Hi all, welcome back. അപ്പോൾ ഇന്ന് നമ്മൾ മൂന്ന് വ്യത്യസ്ത രുചിയിലുള്ള പായസത്തിന്റെ റെസിപ്പീസ് ആണ് ട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനും അതുപോലെ തന്നെ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള മൂന്ന് റെസിപ്പീസ് ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ആദ്യം നമുക്ക് പാലട പായസത്തിന്റെ അതേ രുചിയിൽ നമുക്ക് അടയില്ലാതെ എങ്ങനെയാണ് നല്ലൊരു പാലട തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ പാൽപ്പായസം ഉണ്ടാക്കുന്നത് മക്രോണി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് മക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് അത് തിളച്ച് വരുമ്പോൾ നമുക്ക് മക്രോണി ഇട്ട് കൊടുക്കാം. 1 കപ്പ് മക്രോണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി വെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 6-7 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും നമുക്ക് ഇത് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ മക്രോണിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്നൊന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ നമ്മളിവിടെ മക്രോണിയൊക്കെ വെള്ളത്തിൽ നിന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതിനെ 1-2 കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പായസത്തിൽ വലിയതായിട്ട് ഇങ്ങനെ കിടക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ എന്തായാലും ഇതൊന്ന് ചെറുതാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാനിലോട്ട് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്റർ പാലും പിന്നെ 1 കപ്പ് പാൽപ്പൊടിയും വെച്ചിട്ടാണ് ഈ ഒരു പായസം ഉണ്ടാക്കുന്നത്. കട്ടിയാവാൻ വേണ്ടിയിട്ട് പാൽപ്പൊടിയാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ 1 ലിറ്റർ പാലെടുത്തിട്ട് അത് ഒന്ന് കുറുക്കി തിക്കാക്കി എടുത്താൽ മതി. അപ്പോൾ അതിനൊക്കെ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ഒരു പായസം ആയതുകൊണ്ട് നമ്മളിത് പാൽപ്പൊടി വെച്ചിട്ട് ആണ് ചെയ്യുന്നത്. പാൽപ്പൊടിയും കൂടെ ഉണ്ടാകുമ്പോൾ അത് പെട്ടെന്ന് തിക്കായി കിട്ടും. അതുപോലെ ആ ഒരു പാല് കുറുകി വന്ന ആ ഒരു ടേസ്റ്റും കിട്ടും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്ക് പാൽപ്പൊടി ഒന്ന് ഇതിലേക്ക് കലക്കി ഒഴിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം നമുക്ക് 1/2 കപ്പ് പാൽപ്പൊടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ഇപ്പോൾ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തത് 1/2 ലിറ്റർ പാലും പിന്നെ 1 കപ്പ് പാൽപ്പൊടിയാണ്. 1 കപ്പ് പാൽപ്പൊടി 1 കപ്പ് വെള്ളത്തിൽ ആണ് കലക്കി എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ പുറമെ 1 കപ്പ് വെള്ളം കൂടെ ഞാൻ ഈ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കി എടുക്കണം. അപ്പോൾ പാൽപ്പൊടിയൊക്കെ ചേർത്തത് കാരണം പെട്ടെന്ന് തന്നെ അത് തിക്കായിട്ട് വരും കേട്ടോ. നമ്മൾ പാല് വറ്റിച്ചെടുക്കുന്ന ആ ഒരു സമയമൊന്നും വേണ്ട. പാല് മാത്രമാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും അത് വറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പാലൊക്കെ വറ്റി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ മക്രോണിയും പാലൊക്കെ ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഇതിൻ്റെ കൂടെ ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു തിക്കും കൂടി കിട്ടും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ. ഇപ്പോൾ നോക്കൂ, എന്താ നമ്മുടെ പായസത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി കുറച്ച് കട്ടിയൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഏലക്കാപ്പൊടി പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി പായസത്തിന് കുറച്ചും കൂടി ഒരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കാരമലൈസ് ചെയ്യാം. ഇപ്പോൾ പഞ്ചസാര ഉരുകി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പായസം നല്ല ചൂട് വേണം കേട്ടോ ഈ ഒരു സമയത്ത്, എന്നാലേ ഇത് മെൽറ്റായി കിട്ടുള്ളൂ. ഇപ്പോൾ കാരമലും കൂടെ ഒഴിച്ചു കൊടുത്തപ്പോൾ ഇതാ പായസം നല്ല കളറൊക്കെ ആയി പിങ്ക് പാലടയുടെ അതേ രുചിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നെയ്യ് ഇവിടെ ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതൊന്ന് റോസ്റ്റ് ആയതിനു ശേഷം പിന്നെ കുറച്ച് മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് റോസ്റ്റ് ചെയ്ത് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പാലടയുടെ ഒക്കെ അതേ രുചിയിലുള്ള മക്രോണി പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ അടുത്ത പായസം നമ്മളെ വീട്ടിൽ എപ്പോഴും ഉള്ള പെട്ടെന്ന് കിട്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു സിമ്പിളായിട്ടുള്ള പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1 കപ്പ് അല്ലെങ്കിൽ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് ചവ്വരി കഴുകിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ക്യാരറ്റ് വേണം. അപ്പോൾ ക്യാരറ്റ് ഞാനൊരു വലിയ ക്യാരറ്റ് എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചവ്വരി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ വറ്റി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ക്യാരറ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ദാ ചവ്വരി ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ചെടുത്തിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഒന്ന് തിള വന്നിട്ട് നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 പാക്കറ്റ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 525 മില്ലിയുടെ 1 പാക്കറ്റ് പാലാണ്. ഇനി പായസം നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. അപ്പോൾ പാലൊക്കെ ഒന്ന് വറ്റി വരാനുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ പായസം നല്ല പാകത്തിനായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ കൂടുതലായിട്ട് കുറുക്കിയെടുക്കണ്ട. പിന്നെ ചവ്വരി ആയതുകൊണ്ട് തന്നെ തണുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും. അപ്പോൾ ഈ ഒരു ലൂസിൽ തന്നെ മതി. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അതൊരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ പഞ്ചസാരനെ കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി കേട്ടോ. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു ഇതുപോലെ ഒരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് മൂപ്പിച്ചെടുത്തിട്ട് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏത് സമയത്തും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ ഇത്. പിന്നെ നിങ്ങൾക്കൊരു റെസിപ്പികളൊക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്തത് നമ്മളൊരു സേമിയ പായസമാണ് കേട്ടോ തയ്യാറാക്കുന്നത്. പക്ഷേ ഈ ഒരു പായസത്തിന് സേമിയ പായസത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ. നമ്മുടെ ബട്ടർസ്കോച്ചിൻ്റെ ഒക്കെ ആ ഒരു ഫ്ലേവറിലാണ് നമ്മുടെ ഈ ഒരു സേമിയ പായസം തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബട്ടർസ്കോച്ച് ഫ്ലേവറിൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമിൻ്റെ രുചിയിലുള്ള സേമിയ പായസം ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കാരമലൈസ് ചെയ്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലിട്ടാൽ പഞ്ചസാര പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് സാവധാനം കിടന്നിട്ട് ഇങ്ങനെ മെൽറ്റ് ആയിക്കോളും. കുറച്ച് കാത്തിരിക്കണം കേട്ടോ അതൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ മെൽറ്റായി തുടങ്ങുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഗോൾഡൻ കളറായിട്ട് വരും. എന്നിട്ട് ഇതാ ഈ ഒരു കളറായിട്ട് വരണം കേട്ടോ. ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ, ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട. ഒരുപാട് ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ പഞ്ചസാരക്ക് ഇതിന് നമ്മുടെ ഒരു പായസത്തിനൊരു കയ്പ്രസം വരും കേട്ടോ. ഈ ഒരു കാരമൽ കരിഞ്ഞു പോയാൽ. അപ്പോൾ കാരമൽ കരിഞ്ഞു പോവാതെ ഒന്നും കൂടെ ഒരു ബ്രൗൺ കളറാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ കുറച്ചും കൂടെ ഒന്ന് ഈ ഒരു കളറാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും കളറായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഞാനിപ്പോൾ ഇവിടെ ഉപ്പില്ലാത്ത ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഈ ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ബട്ടറൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പായസം തയ്യാറാക്കുന്നത് 1/2 ലിറ്റർ പാൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് പാൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ പഞ്ചസാരയുടെ അളവും കൂട്ടിയെടുക്കണം കേട്ടോ. എന്നാലുള്ളൂ നമുക്ക് ആ ഒരു പായസത്തിന് കറക്റ്റ് ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ പാൽ ഇതിലേക്ക് ഒഴിച്ചെടുക്കുമ്പോൾ ഈ പഞ്ചസാര കാരമലൈസ് ചെയ്തതൊന്ന് കട്ടയായിട്ട് വരും. അപ്പോൾ ആദ്യം കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മെൽറ്റ് ആയിക്കോളും. അതിനുശേഷം പിന്നെ നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 1/2 ലിറ്റർ പാലും ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ചവ്വരി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുതിർത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. ഇനി ഇത് തിളക്കുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പും 2 ടേബിൾ സ്പൂണും കൂടെ സേമിയ ഇതുപോലെ നന്നായിട്ട് കുറച്ച് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ്. ഇതുപോലെ നല്ലൊരു ചുവപ്പ് കളറാവുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അതും കൂടെ ചേർത്ത് കൊടുക്കാം. സേമിയ ഒരുപാട് വേണ്ട, സേമിയ പെട്ടെന്ന് തന്നെ കൊഴുപ്പായിട്ട് വരും. അപ്പോൾ 1/4 കപ്പും പിന്നെ 2 ടേബിൾ സ്പൂണും കൂടെ 1/2 ലിറ്റർ പാലിലേക്ക് കണക്കാണ്. അപ്പോൾ 1 ലിറ്റർ പാലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3/4 കപ്പ് സേമിയ എടുത്താൽ മതി. ഇനി ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ സേമിയ ഇവിടെ പാകത്ത് വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ സേമിയ അതുപോലെ പായസത്തിലുള്ള സേമിയ ഒന്നും കൂടുതലായിട്ട് വെന്ത് പോകരുത് കേട്ടോ. ഒരുപാട് അങ്ങ് വെന്ത് കഴിഞ്ഞാലും പിന്നെ പായസം തണുത്ത് കഴിഞ്ഞാൽ കട്ടയായിട്ട് വരും. അപ്പോൾ ഒരു കറക്റ്റ് വേവിൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കണം. വേവ് കൂടി പോകരുത്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ് തിളച്ചാൽ തന്നെ സേമിയയും വെന്ത് കിട്ടും. അതിൽ കൂടുതലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം നിർബന്ധമല്ല, പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. എൻ്റെ കയ്യിലിപ്പോൾ ഉണ്ടായതുകൊണ്ട് ചേർത്ത് കൊടുത്തതാണ്. അല്ലെങ്കിൽ നിങ്ങൾ മധുരം നോക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ പായസത്തിന് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ ബട്ടറിൻ്റെയും അതുപോലെ പഞ്ചസാര കാരമലൈസ് ചെയ്തൊക്കെ നല്ലൊരു മണമാണ് വരുന്നത്. ഇനി നമുക്ക് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബട്ടർസ്കോച്ച് സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും സെർവ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പികളൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്